ഡോക്ടർ സി എസ് ഷൈജുമോൻ നമ്മോടൊപ്പം ഉണ്ട്. ഷൈജുമോൻ, ഈ പ്രത്യക്ഷ നികുതിയിൽ വന്നിട്ടുള്ള വമ്പൻ മാറ്റമാണ് വലിയ സർപ്രൈസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ശരിയാണ്, സമൂഹത്തിലെ 2% പേരെ ടാക്സ് പേയേഴ്സ് ആയിട്ടുള്ളൂ, ഡയറക്ട് ടാക്സ് പേയേഴ്സ് ആയിട്ടുള്ളൂ എന്ന് പറയാമെങ്കിലും അവരാണ് ഒപ്പീനിയൻ ലീഡേഴ്സ് എന്നുള്ളത് കൊണ്ട് തന്നെ 22% ആണ്. ഒരു രൂപയിൽ 22 പൈസയുടെ കോൺട്രിബ്യൂട്ടർ. ഒരു രൂപ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തെടുത്താൽ 22 പൈസ അത് ഈ ഇൻകം ടാക്സ് ഭാഗത്തു നിന്നാണ്. എന്ന് മാത്രമല്ല, അവരാണ് നമ്മുടെ സമൂഹത്തിന്റെ ഒപ്പീനിയൻ നയിക്കുന്നത് എന്നുള്ളതുകൊണ്ട് വളരെ പ്രാധാന്യമുള്ള ഒരു പ്രഖ്യാപനമാണ്. എനിക്ക് വേണ്ടത്, ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ഈ പറഞ്ഞ പുതിയ ടാക്സ് റെജീമിലെ പുതിയ റിബേറ്റുകൾ വരുമ്പോൾ എങ്ങനെയാണത് ഇമ്പാക്ട് ഉണ്ടാക്കുക, സമൂഹത്തിൽ ഇമ്പാക്ട് ഉണ്ടാക്കുക? ഇത് മാർക്കറ്റിനെ ഉണർത്തുകയും കൺസംഷൻ കൂട്ടുകയുമാണോ ഉണ്ടാക്കുക, അതോ കൂടുതൽ ആളുകൾ അത്രയും കൂടി ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാൻ ഒരുങ്ങുമോ? താങ്കളുടെ ഒരു കാൽക്കുലേഷൻ എന്താണ്? നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് എക്കണോമിക് സർവേ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഒന്ന്, നമ്മുടെ സമ്പദ് വ്യവസ്ഥ കൺസംഷൻ ബേസ്ഡ് ആണ്. അതായത് ഉപഭോഗത്തിനെ അടിസ്ഥാനമാക്കിയാണ് സമ്പദ് വ്യവസ്ഥ വളരേണ്ടത്. കാരണം ഇപ്പോൾ എക്കണോമിക് സർവേയിൽ തന്നെ പറയുന്നുണ്ട്, ഏകദേശം 68% GDP-യും അല്ലെങ്കിൽ ദേശീയ വരുമാനവും സമ്പദ് വ്യവസ്ഥയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കൺസംഷനിലൂടെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഉപഭോഗം കൂട്ടേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ ഉപഭോഗം കൂട്ടുന്നതിൻ്റെലേക്ക് വേണ്ടിയാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട്, കുറേ വർഷങ്ങളായിട്ടുള്ള ബഡ്ജറ്റിൽ തന്നെ ഇപ്പോൾ ന്യൂ ടാക്സ് റെജീംകാർക്ക് ഇളവുകൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് ഏകദേശം നല്ലൊരു ഇളവ് തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് ഗവൺമെൻറ് ഒരു സിഗ്നൽ കൊടുക്കുകയാണ് ഇക്കോണമിക്ക്, കൺസംഷൻ കൂടുതൽ കൂട്ടുകയും അത്തരത്തിൽ കൺസംഷൻ കൂടിയാൽ മാത്രമേ മൊത്തത്തിൽ ഇക്കോണമിയുടെ ഡിമാൻഡ് കൂടുകയുള്ളൂ എന്നും, അങ്ങനെ ഡിമാൻഡ് കൂടിയാൽ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുകയും കൂടുതൽ ഉൽപ്പാദനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അത്തരത്തിൽ ചെയ്താൽ മാത്രമേ നമുക്ക് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാനും തൊഴിലുകൾ കൂട്ടാനും ഒക്കെ പറ്റൂ. ഈ ബഡ്ജറ്റ് അങ്ങനെയാണെങ്കിൽ ഷൈജുമോൻ, അത് എക്കോണമിയെ ഒന്ന് ബൂസ്റ്റ് ചെയ്യും. അതായത് കൂടുതൽ ആളുകൾക്ക് ചിലപ്പോൾ ഒരു വർഷം 1 ലക്ഷം രൂപ വരെ അധികം കിട്ടുന്നു, അപ്പോൾ അത് അവർ സ്പെൻഡ് ചെയ്യുന്നു, അപ്പോൾ കൺസംഷൻ കൂടുന്നു, അതനുസരിച്ച് മാനുഫാക്ചറിങ് ഉണ്ടാവുന്നു, കൺസ്യൂമർ ഗുഡ്സിന്റെ മാനുഫാക്ചറിങ് ഉണ്ടാവുന്നു. അത് മൊത്തത്തിൽ ആകെ സമ്പദ് വ്യവസ്ഥയെ ഉയർത്തുമോ? തീർച്ചയായിട്ടും. അത് കൺസ്യൂമർ ഗുഡ്സിൻ്റെ മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത്, 1 രൂപ എക്കോണമിയിലോട്ട് ഒരാളുടെ കയ്യിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതിന് ഏകദേശം 100 ടൈംസ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്. അത് കൺസംഷൻ ഗുഡ്സ് ഡയറക്റ്റ്ലി ഉണ്ടാക്കുന്നു. ആ കൺസംഷൻ ഗുഡ്സ് ഉൽപ്പാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഉൽപ്പാദന മേഖല നമ്മൾ ചലിപ്പിക്കണം. അപ്പോൾ മാനുഫാക്ചറിങ് ഗുഡ്സ് നമ്മൾ കൂട്ടണം. ഇപ്പോൾ ഈ ബഡ്ജറ്റിൻ്റെ തന്നെ ഫോക്കസ് നോക്കിയാൽ, എക്കണോമിക് സർവേയും ബഡ്ജറ്റുമായിട്ട് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും മാനുഫാക്ചറിങ്ങും ഡിമാൻഡ് ഇൻക്രീസുമാണ് പ്രധാനപ്പെട്ട ഫോക്കസ്. പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ബൂസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇക്കോണമിയിൽ അത്തരത്തിലുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാക്കണം. നമുക്ക് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ബൂസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ലോകത്തിലുള്ള സമ്പദ് വ്യവസ്ഥകൾ മുഴുവൻ വളർച്ചാ നിരക്ക് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരമാണ്. അത്തരത്തിൽ വളർച്ചാ നിരക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾ അധിവസിക്കുന്ന രാജ്യമായ ഇന്ത്യ വളർച്ചാ നിരക്ക് കുറയുന്നത് വളരെ അപകടകരമാണ്. നേരത്തെ 8% നിന്നൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഏകദേശം 6.4%-ലെത്തി. അങ്ങനെ അത് തുടർന്നാൽ തീർച്ചയായിട്ടും അത് അൺഎംപ്ലോയ്മെൻറ്റിലേക്കും, വേറൊരു പശ്ചാത്തലവും കൂടിയുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള ടെക്നോളജികൾ അല്ലെങ്കിൽ 4ാം വ്യാവസായിക വിപ്ലവമൊക്കെ നടക്കുന്ന ഈ സമയത്ത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജി വരുമ്പോൾ ബഡ്ജറ്റിൽ തന്നെ പറയുന്നുണ്ട്, അത് ഒരു പരിധി വരെ നമ്മുടെ തൊഴിലില്ലായ്മയെ ബാധിക്കും. അതിനെ നമുക്ക് പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ ഈ കൺസംഷൻ ബൂസ്റ്റ് വന്നാലേ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമുക്ക് കൂടുമെന്നും, അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടിയാൽ മാത്രമേ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും എക്സ്പോർട്സും ഒക്കെ കൂടുള്ളൂ. മറ്റൊരു പ്രശ്നം മാനുഫാക്ചറിങ് മേഖലയാണ്. മാനുഫാക്ചറിങ് മേഖല നമുക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. നമ്മളും ചൈനയും തമ്മിലുള്ള വ്യത്യാസം 74-75 ചൈനയും ഇന്ത്യയും കമ്പയർ ചെയ്താൽ രണ്ടും ഒരേപോലെ, അഥവാ ഇന്ത്യ ചൈനയെക്കാളും ബെറ്റർ രാജ്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ നോക്കുമ്പം ചൈന നമ്മളെക്കാൾ എത്രയോ മുകളിലായി ലോകത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ രാജ്യമായി മാറി. അപ്പോൾ അവർ ഏറ്റവും ഫോക്കസ് ചെയ്തത് മാനുഫാക്ചറിങ് മേഖലയിലാണ്. നമുക്കില്ലാതെ പോകുന്നതും അതാണ്. തീർച്ചയായിട്ടും മാനുഫാക്ചറിങ് മേഖല വളരെ വലുതായിട്ട് വളരേണ്ടതായിട്ടുണ്ട്. പുതിയ ടെക്നോളജികൾ നമ്മുടെ രാജ്യത്ത് സമ്പദ് വ്യവസ്ഥയ്ക്ക് വരണം. ആ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് അതേസമയം നമ്മുടെ തൊഴിൽ പിടിച്ചു നിർത്തുകയും തൊഴിലില്ലായ്മ ഇല്ലാതാക്കുകയും കൂടുതലായിട്ടുള്ള തൊഴിൽ നൽകുകയും ചെയ്യണം. അപ്പോൾ ഈ ഡിമാൻഡ് ബൂസ്റ്റിങ് ഇനി നേരത്തെ ഇവിടെ ചർച്ച ചെയ്തത് ഞാൻ കേൾക്കുകയുണ്ടായി, ഒരു തരത്തിൽ നമ്മൾ ഇതുകൊണ്ട് മാത്രം ഡിമാൻഡ് കൂടുമെന്നല്ല ഞാൻ പറയുന്നത്. ഒരുപക്ഷെ ഇതൊരു സൂചകമാണ്. ഈ മധ്യവർഗത്തിന് അല്ലെങ്കിൽ സാലറീഡ് ക്ലാസിൻ്റെ ഇൻകം കൂടുമ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് ഓൺ ആൻ ആവറേജ് നോക്കിയാൽ 1 ലക്ഷം രൂപ വരെയുള്ള സാലറി മാസം ഉള്ളവരാണ് ബഹുഭൂരിപക്ഷം ആൾക്കാരും മധ്യവർഗത്തിലുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരുടെ ചെലവ് കൂട്ടിയാൽ, അത്തരത്തിലുള്ള ആൾക്കാരുടെ ക്രയശേഷി വർദ്ധിപ്പിച്ചാൽ തീർച്ചയായിട്ടും മറ്റുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുക. അങ്ങനെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ കൂടുതൽ നമുക്ക് തൊഴിലവസരങ്ങളും എക്സ്പോർട്സും സർപ്ലസ് പ്രൊഡക്ഷനും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. ഇതുകൊണ്ടാണ് നമ്മൾ ഓരോ മേഖലയും ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കാണാം.
കാർഷിക മേഖലയായാലും വ്യാവസായിക മേഖലയായാലും സർവീസ് സെക്ടർ ആയാലും ഇതിനേക്ക് വേണ്ടി ഊന്നൽ നൽകുന്ന രീതിയിലാണ് പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. പ്രോസസ്സാണ്. അപ്പോൾ ഇതിന്റെ ഇമ്പാക്ട് എല്ലാ മേഖലയിലും ഉണ്ടാകും. അത്